നമസ്കാരം. ക്രൈസ്തവ സമുദായം നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ചർച്ച ചെയ്യുവാനായി ഷെക്കേന ഒരുക്കുന്ന ചർച്ചാവേദി ഫയർ റൂമിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ മലയോര മേഖല ഇന്ന് സമര മുഖരിതമാണ്. പിറന്ന നാട്ടിൽ ജീവിക്കുവാനും പിറന്ന മണ്ണ് സംരക്ഷിക്കുവാനുമുള്ള പോരാട്ടത്തിലാണ് മലയോര മേഖലയിലെ ജനതയും കർഷകരും. കുടിയിറക്ക് ഭീഷണി നേരിടുന്ന മലയോര ജനതയുടെ വേദനകളും ആശങ്കകളുമാണ് മലയോര മേഖലയിൽ മുഴങ്ങി നിൽക്കുന്നത്. ഭരണകൂടത്തിൻ്റെ നിസ്സംഗതയും ഉദാസീനതയും ഈ ഒരു വിഷയം ഇത്രയധികം വഷളാക്കുന്നതിന് ഒരു കാരണം അല്ലെങ്കിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ചിട്ടില്ലേ? ബഫർ സോൺ എന്ന ഓമന പേരിട്ട് വനവിസ്തൃതി വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരോട് കർഷകർക്കും മലയോര ജനതയ്ക്കും ചോദിക്കുവാനുള്ള ചില ചോദ്യങ്ങളുണ്ട്. ഞങ്ങൾക്കും ഈ നാട്ടിൽ ജീവിക്കേണ്ടേ? ഞങ്ങളും ഈ നാടിൻ്റെ ഭാഗമല്ലേ? ഈ വിഷയം തന്നെയാണ് ഷെക്കേന ഫയർ റൂം ഇന്ന് ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം പ്രതികരിക്കുന്നു ഇടുക്കി മുൻ MP ശ്രീ ഫ്രാൻസിസ് ജോർജ്, തലശ്ശേരി അതിരൂപത മീഡിയ അപ്പോസ്തോലിക് ഡയറക്ടർ ഫാദർ ടോം ഒലിക്കരോട്ട്. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ ഫ്രാൻസിസ് ജോർജ്, ഇടുക്കി ജില്ലയുടെ ഒരു സാഹചര്യം അങ്ങേക്കറിയാം എങ്കിൽ പോലും ഒരിക്കൽ കൂടി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇടുക്കി ജില്ലയുടെ ഒരു പകുതിയിലധികവും നമുക്കറിയാം വനമേഖലയും അതോടൊപ്പം തന്നെ പ്ലാന്റേഷൻ ഭൂമിയാണ്. പ്ലാന്റേഷൻ ഭൂമി ഒരിക്കലും നമുക്ക് തരംമാറ്റത്തിന് വിധേയമാക്കാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ വൻകിട കമ്പനികളുടെ കീഴിൽ ടാറ്റ പോലുള്ള വൻകിട കമ്പനികളുടെ കയ്യിലുള്ള ആയിരക്കണക്കിന് ഏക്കർ വരുന്ന തേയിലത്തോട്ടങ്ങൾ, അതോടൊപ്പം 14ഓളം ഡാമുകൾ, അവയുടെ വൃഷ്ടി പ്രദേശങ്ങൾ. ഇത്തരം സാഹചര്യങ്ങളുടെ മധ്യയാണ് 12 ലക്ഷത്തോളം വരുന്ന ഇടുക്കി ജില്ലയിലെ ജനത താമസിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിനിടയിലേക്കാണ് ഒരു ഇടുത്തി പോലെ ബഫർ സോൺ എന്ന ആ ഒരു വാൾ ഇടുക്കി ജനതയുടെ തലയിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യം ഇത്ര രൂക്ഷമാക്കുന്നതിൽ ഭരണ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഒരു ഉദാസീനതയും ഒരു നിസ്സംഗതയും, മലയോര ജനത നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളോട് ഭരണ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഒരു ഉദാസീനതയും ഒരു നിസ്സംഗതയും മുഖ്യ പങ്ക് വഹിക്കുന്നില്ലേ ശ്രീ ഫ്രാൻസിസ് ജോർജ്? അത് തീർച്ചയായിട്ടും ഒരു പരിധിവരെ അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഇടുക്കി ജില്ല മാത്രം എടുത്താൽ കേരളത്തിന്റെ മലയോര മേഖലയെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത്. ഇടുക്കി ജില്ലയുടെ കാര്യം എടുത്ത് ചോദിച്ചുകൊണ്ട് ഇടുക്കി ജില്ലയിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ അങ്ങനെ നിലനിൽക്കുകയാണ്. കുടിയേറ്റ കാലം മുതലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. പട്ടയത്തിന്റെ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പിന്നീട് വന്ന ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ കമ്മിറ്റി പ്രശ്നങ്ങളുണ്ട്. അവിടെയാണെങ്കിൽ പ്രത്യേകിച്ച് മുല്ലപ്പെരിയാർ പ്രശ്നമുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ ബഫർ സോണിന്റെ വിഷയം. ബഫർ സോൺ മാത്രമല്ല, EFL ആക്ട് വന്നപ്പോഴും ഇടുക്കി ജില്ലയിൽ പ്രശ്നങ്ങളുണ്ടായി. പലരുടെയും സ്ഥലങ്ങൾ ബലമായി പിടിച്ചെടുത്ത് കോമ്പൻസേഷൻ കൊടുക്കാതെ ഗവൺമെന്റ് ഏറ്റെടുത്ത പ്രശ്നങ്ങൾ ഇടുക്കി ജില്ലയിൽ മറ്റു മേഖലകളിൽ ഇതുപോലെ പാലക്കാടൊക്കെ ഉണ്ടായതുപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലും കർഷകർ അങ്ങേയറ്റം ഞെരുക്കപ്പെടുന്ന, മലയോര മേഖലയിൽ ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള കർഷകർ വളരെയേറെ ഞെരുക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിന്റെ കൂടെയാണ് ഇപ്പോൾ ഈ ബഫർ സോൺ ഇഷ്യൂ കൂടി പുതിയതായി വന്നിട്ടുള്ളത്. ബഫർ സോൺ ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ ഈ പറയുന്ന സുപ്രീം കോടതി വിധിയെ തുടർന്നുണ്ടായ ഒരു പ്രശ്നമല്ല. ഇത് കുറെ കാലങ്ങളായി, കുറെ നാള്, കൃത്യമായി പറഞ്ഞാൽ 2019 ഒക്ടോബർ 23 സംസ്ഥാന ഗവൺമെന്റ്, സംസ്ഥാന മന്ത്രിസഭ തീരുമാനത്തോടു കൂടിയാണ് ആ തീരുമാനം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൽ എത്തുകയും അതിനുശേഷം അവിടെ നിന്ന് നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ തന്നെ ഈ നമ്മുടെ സംസ്ഥാനത്ത് ഈ കൃത്യമായി പറഞ്ഞാൽ 25 സംരക്ഷിത പ്രദേശങ്ങളുണ്ട്. 8 ദേശീയ ഉദ്യാനങ്ങളും 6 ദേശീയ ഉദ്യാനങ്ങളും 18ഓളം വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളും ഒരു കമ്മ്യൂണിറ്റി റിസർവും. ഈ മേഖലകളിലെല്ലാം 1 കിലോമീറ്റർ ചുറ്റളവിൽ ബഫർ സോൺ ഏർപ്പെടുത്തണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത് വാസ്തവത്തിൽ ഈ ഗവൺമെന്റാണ്. അതിനൊരു ചരിത്രമുണ്ട്. ഗവൺമെന്റ് പറയുന്നത് ഇത് ഗാഡ്ഗിൽ കസ്തൂരിരംഗന്റെ അതുമായി നേരിട്ട് ബന്ധപ്പെട്ടല്ല. 2002 മുതൽ പ്രത്യേകിച്ച് നമുക്കറിയാം സുപ്രീം കോടതിയിൽ വന്ന ഒരു കേസ് ഉണ്ട്, അതേക്കുറിച്ച് അറിയാമായിരിക്കുമല്ലോ. അതായത് TN ഗോദവർമ്മൻ തിരുമുൽപ്പാട് കേസ്. ആ കേസിനെ തുടർന്നാണ് ഈ ബഫർ സോൺ എന്നുള്ള ഒരു ഇഷ്യൂ സജീവമാകുന്നത്. അന്ന് ആക്ച്വലി ആ കേസ് വരുന്നത് നീലഗിരിയിലെ, തമിഴ്നാട്ടിലെ നീലഗിരി മേഖലയിലെ വനം സംരക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത കേസാണ്. പിന്നീട് അത് രാജ്യം മുഴുവൻ വനസംരക്ഷണം എന്നുള്ള നിലയിലേക്ക് ആ കേസിന്റെ, ആ സുപ്രീം കോടതിയിലെ ആ കേസിന്റെ വ്യാപ്തി വർദ്ധിക്കുകയും അതിനുശേഷം
2002 ഈ സുപ്രീം കോടതി ഇത് തുടർന്ന് ഈ 95 കേസിനെ തുടർന്നാണ് ഒരു സെൻട്രൽ എംപവേർഡ് കമ്മിറ്റി ഗ്രൂപ്പ് കൊടുക്കാൻ നിർദ്ദേശിക്കുന്നു. പിന്നീട് 2012 ഗോവ ഫൗണ്ടേഷൻ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേരുന്നു. ഇങ്ങനെയുള്ള കുറേയേറെ പ്രശ്നങ്ങളുടെ തുടക്കത്തിൽ ഏറ്റവും ഒടുവിൽ അപ്പൊ സുപ്രീം കോടതി 2012 തന്നെ ഇങ്ങനൊരു തീരുമാനമെടുത്തിരുന്നു. ഈ സംരക്ഷിത മേഖലകൾക്ക് ചുറ്റും ഒരു എക്കോ സെൻസിറ്റീവ് സോൺ, പരിസ്ഥിതി സംരക്ഷണ മേഖല വേണം, അല്ലെങ്കിൽ പരിസ്ഥിതി സംവേദക മേഖല വേണം എന്നുള്ളൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു തീരുമാനം വരികയും ഈ പറയുന്ന കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുകയും അതിന് സംസ്ഥാനങ്ങളോട് പറയുകയും സംസ്ഥാനങ്ങളുടെ അഭിപ്രായങ്ങൾ ക്ഷണിക്കുകയും ഒക്കെ ചെയ്തിട്ട് കുറച്ച് സംസ്ഥാനങ്ങൾ മാത്രമേ അഭിപ്രായം. കേരളം ഒന്നും അന്ന് റെസ്പോണ്ട് ചെയ്തിരുന്നില്ല. അതിനിടയിലാണ് ഈ പുതിയ പ്രശ്നങ്ങൾ ഗാഡ്ഗിൽ കസ്തൂരംഗനൊക്കെ വന്നത്. ഗാഡ്ഗിൽ വന്നപ്പോൾ ഗാഡ്ഗിൽ നിർദ്ദേശിച്ച് 10 കിലോമീറ്റർ ചുറ്റളവിൽ ബഫർ സോൺ വേണമെന്നുള്ളതായിരുന്നു. പിന്നീട് കസ്തൂരംഗൻ വന്നു. അതേ തുടർന്ന് കേരളത്തിൽ ഡോക്ടർ ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി, ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഡോക്ടർ ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയെ നിയോഗിച്ച് എന്തായിരിക്കണം കസ്തൂരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിൽ കേരളത്തിന്റെ നിലപാട്. ആ റിപ്പോർട്ടിൽ കൃത്യമായി കേരളത്തിൽ മുഴുവൻ സഞ്ചരിച്ച് ആ കമ്മിറ്റി എടുത്ത നിലപാടും തീരുമാനവും എന്ന് പറയുന്നത്, ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ എന്ന് പറയുന്ന രീതിയിൽ ഒരു ബഫർ സോൺ സംരക്ഷിത മേഖലകൾക്ക് ചുറ്റും വേണ്ട എന്നുള്ളതാണ് തീരുമാനം. കേരളത്തിൽ വനങ്ങൾ നന്നായി സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള കേന്ദ്രത്തിൽ ഈ ബഫർ സോൺ കൂടി വന്നാൽ അത് ജനവാസ മേഖലകളിൽ കൃഷിഭൂമികളും തോട്ടങ്ങളും ഒക്കെ അതിൽ ഉൾപ്പെടുമെന്നും അത് കേരളത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ബഫർ സോൺ നമുക്ക് വേണ്ട എന്നുള്ള തീരുമാനം ഇതെല്ലാവരും അംഗീകരിച്ചതാണ്. പിന്നീട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗവൺമെന്റ് പറയുന്നത് 2018 ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രശ്നങ്ങൾ 18-19 വന്നപ്പോഴാണ് 19 ഈ പറയുന്ന ഒരു സംസ്ഥാന ക്യാബിനറ്റിന്റെ ഒരു തീരുമാനം. ആ തീരുമാനത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ജനവാസ കേന്ദ്രങ്ങൾ, ഏറ്റവും കുറഞ്ഞ ജനവാസ കേന്ദ്രങ്ങൾ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ESIൽ ഒഴിവാക്കണം എന്നുള്ള തീരുമാനം ഇവിടെ സർവകക്ഷി അംഗീകരിച്ചതാണ്. ആ തീരുമാനം നിലനിൽക്കുമ്പോഴാണ് ഇപ്പൊ എന്താ പറയുക, ഇവിടെ മന്ത്രിയുടെ ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു, ജനവാസ കേന്ദ്രങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ തീരുമാനം എന്താണ്, സംസ്ഥാനത്ത് പാരിസ്ഥിതിക ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് കണക്കിലെടുത്ത് സംരക്ഷിത വനമേഖലകളോടും ദേശീയ ഉദ്യാനങ്ങളോടും ചേർന്ന് കിടക്കുന്ന മനുഷ്യവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സംരക്ഷിത പ്രദേശങ്ങൾ ചുറ്റും 1 കിലോമീറ്റർ വരെ എക്കോ സെൻസിറ്റീവ് മേഖലയായി നിശ്ചയിച്ചുകൊണ്ട് കരട് വിജ്ഞാപന നിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്താൻ മന്ത്രിസഭ തത്വത്തിൽ അംഗീകാരം നൽകി എന്നാണ് ക്യാബിനറ്റ് തീരുമാനം. ഇപ്പൊ അദ്ദേഹം പറയുന്നത് 1 കിലോമീറ്റർ വേണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, 1 കിലോമീറ്റർ വരെ എന്ന് പറഞ്ഞാൽ, അങ്ങനെ മനുഷ്യവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ 1 കിലോമീറ്റർ വരെ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഉദ്യോഗസ്ഥ തലത്തിൽ അങ്ങനെ തീരുമാനമെടുക്കും, 1 കിലോമീറ്റർ വരെ എന്നുള്ള തീരുമാനമെടുക്കും. പക്ഷെ സുപ്രീം കോടതി ഒരു കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഈ രാജസ്ഥാനിലെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത് കൃത്യമായി 1 കിലോമീറ്റർ ചുറ്റളവിൽ ബഫർ സോൺ എന്നുള്ളത് രാജ്യത്തെ മുഴുവൻ സംരക്ഷിത മേഖലകൾക്ക് ചുറ്റും വേണമെന്ന് പറയുമ്പോൾ പോലും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു അത് സൈറ്റ് സ്പെസിഫിക് ആണ്. ഓരോ സംരക്ഷിത മേഖലയുടെയും പ്രത്യേകതകൾ കണക്കിലെടുത്ത് അതത് സംസ്ഥാന ഗവൺമെന്റുകൾ കൃത്യമായ നിർദ്ദേശം അല്ലെങ്കിൽ പ്രപ്പോസൽ സെൻട്രൽ എംപവേർഡ് കമ്മിറ്റിക്ക് കൊടുക്കുക. ആ എംപവേർഡ് കമ്മിറ്റി ഞങ്ങളുടെ മുൻപാകെ വരട്ടെ ഈ പ്രപ്പോസൽസുമായി, അതിനുശേഷം ഞങ്ങൾ ഫൈനലി തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇടുക്കിയിൽ മാത്രമല്ല കേരളം ഒട്ടുക്കുള്ള മലയോര മേഖലയിൽ ആകെ നമ്മളുടെ എല്ലാ സംരക്ഷിത മേഖലകളോടും ചുറ്റിക്കിടക്കുന്ന മേഖലകളിലെല്ലാം ഈ പറയുന്ന പ്രശ്നം ഉണ്ടാകാൻ പോവുകയാണ്. അതായത് ശ്രീ ഫ്രാൻസിസ് ജോർജ്, ഇപ്പോൾ പന്ത് ഏതായാലും സംസ്ഥാന സർക്കാരിന്റെ കോർട്ടിൽ തന്നെയാണ് അല്ലെ? സംസ്ഥാന സർക്കാരാണ് ഇനി ഉചിതമായിട്ടുള്ളത്. അതായത് നമ്മളുടെ ഇവിടുത്തെ ഈ പറയുന്ന 25 സംരക്ഷിത പ്രദേശങ്ങൾക്ക് ചുറ്റും ഏത് രീതിയിലാണ് ഈ പറയുന്ന ബഫർ സോൺ അഥവാ പരിസ്ഥിതി സംവേദക മേഖല തീരുമാനിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി പഠനം നടത്തി ജനവാസ കേന്ദ്രങ്ങളും കൃഷിഭൂമിയും തോട്ടങ്ങളും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രപ്പോസൽ, എന്താണ് ഒരു പ്രപ്പോസൽ കൊടുക്കാൻ നമുക്ക് പറ്റില്ല, ആ പ്രപ്പോസൽ കൊടുക്കാനുള്ള വിപുലമായിട്ടുള്ള വളരെ സത്വരവും എന്താ പറയുക കൃത്യമായി കാര്യങ്ങൾ പഠിച്ചുള്ള ഒരു റിപ്പോർട്ട് കേന്ദ്ര എംപവേർഡ് കമ്മിറ്റിക്ക് മുൻപാകെ സമർപ്പിക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റാണ്. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് ഏത് തലത്തിലാണ് ഇത് ആലോചിച്ചത്, എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആർക്കും അറിഞ്ഞിട്ടില്ല. പലപ്പോഴും കൊടുക്കുന്നതും നമുക്ക് പിന്നീടുണ്ടാകുന്ന അനുഭവങ്ങളും ഒക്കെ നമുക്കറിയാമല്ലോ, ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല. അപ്പൊ ഇത് സംബന്ധിച്ചൊരു തുറന്ന ചർച്ച ആവശ്യമാണ്. എല്ലാ കക്ഷികളുമായി, കർഷക സംഘടനകളുമായി എല്ലാം ചർച്ച ചെയ്ത് അന്തിമമായി അതിനുശേഷം വേണം ഈ പരിസ്ഥിതി സംവേദന മേഖല അഥവാ എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ അത് തീരുമാനിക്കാൻ. വാസ്തവത്തിൽ നമുക്ക് കരണീയമായിട്ടുള്ളത് 0 പോയിന്റിൽ ഭൂരിപക്ഷം സ്ഥലങ്ങളിലും ഇത്
ഈ പറയുന്ന വനത്തിന്റെ അതിർത്തിയിൽ തന്നെ ഇത് നിർത്തുകയും പല വിദഗ്ധന്മാരും പറഞ്ഞു നമുക്ക് കേരളത്തിൽ ആവശ്യമായിട്ടുള്ളത് വനത്തിന്റെ അതിർത്തിയുടെ ഉള്ളിലേക്ക് 1 കിലോമീറ്റർ ഒരു ബഫർ സോൺ ആവുക. ആ 1 കിലോമീറ്ററിൽ ട്രെഞ്ചുകളും അത് സോളാർ വെയിലിംഗ്, ഇലക്ട്രിക് ഫെൻസിങ് അങ്ങനെയൊക്കെയുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിച്ച് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാൻ നോക്കുക. ഇപ്പോൾ നമ്മുടെ ഈ വനത്തിന്റെ 0 പോയിന്റിൽ നിന്ന് വീണ്ടും നാട്ടിലേക്ക് അല്ലെങ്കിൽ കാർഷിക മേഖലയിലേക്ക് 1 കിലോമീറ്റർ ബഫർ സോൺ വന്നാൽ വന്യമൃഗങ്ങൾക്ക് കൂടുതൽ നാട്ടിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയായിരിക്കും ഫലം. ഞാൻ അടുത്ത ഘട്ടത്തിൽ തിരിച്ചു വരാം. ഫാദർ ടോം, ശ്രീ ഫ്രാൻസിസ് ജോർജ് ഈ ഒരു വിധിയുടെ ഒരു പശ്ചാത്തലം വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യുകയുണ്ടായി. അതോടൊപ്പം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞു, ഇപ്പോൾ പന്ത് സംസ്ഥാന സർക്കാരിൻ്റെ കോർട്ടിൽ തന്നെയാണ്. ഒരു താഴെ തട്ടിൽ നിന്നുള്ള വിശദമായ ഒരു ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ വേണം ഒരു പ്രപ്പോസൽ ഈ എംപവേർഡ് കമ്മിറ്റിക്ക് മുമ്പിൽ സമർപ്പിക്കാൻ എന്ന്. ഈ ഒരു സുപ്രീം കോടതി വിധിയെ കൂടുതൽ സൂക്ഷ്മമായി നാം പഠിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം 29.6% വനഭൂമിയാണ്. ദേശീയ ശരാശരിയേക്കാൾ വളരെയധികം ജനസാന്ദ്രത കൂടിയ ഒരു പ്രദേശമാണ്. സംരക്ഷിത വനമേഖലയിൽ നിന്ന് 1 കിലോമീറ്റർ ബഫർ സോണായി പ്രഖ്യാപിക്കുമ്പോൾ അത് ഏതെല്ലാം പ്രത്യാഘാതങ്ങളാണ് മലയോര മേഖലയിലെ ജനതയും കാർഷിക മേഖലയും അവിടെയുള്ള ടൗൺഷിപ്പുകളെയൊക്കെ എത്തരത്തിലായിരിക്കും ഇത് ഗുരുതരമായി ബാധിക്കുക? ഫാദർ ടോം. താങ്ക് യു. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് കണ്ണൂർ കാസർഗോഡ് ജില്ലയുടെ മലയോരങ്ങൾ കർഷക പ്രതിഷേധം കൊണ്ട് കത്തുന്ന ഒരു സമയമാണിത്. കണ്ണൂർ ജില്ലയിലെ കൃഷിഭവനുകളുടെ മുമ്പിൽ അതിരൂപതയുടെ നേതൃത്വത്തിൽ കാർഷിക പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ചെറുപുഴയിൽ അഭിവന്ധ്യ പാമ്പളാനി പിതാവിന്റെ നേതൃത്വത്തിൽ വലിയൊരു കർഷക പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. കഴിഞ്ഞ 12-ാം തീയതി സുപ്രീം കോടതിയുടെ ഈ വിധി വന്ന നിമിഷം മുതൽ യഥാർത്ഥത്തിൽ മലബാറിലെ മലമ്പ്രദേശങ്ങൾ തികഞ്ഞ ആശങ്കയിലാണ്. കേരളത്തിന്റെ വനവിസ്തൃതിയുടെ ഭൂവിസ്തൃതിയുടെ 29.6% വനഭൂമിയാണെന്ന് ജോർജി പറഞ്ഞു കഴിഞ്ഞു. ഏകദേശം 3211.73 ചതുരശ്ര കിലോമീറ്റർ വനഭൂമിയുണ്ട് കേരളത്തിൽ. ഇതിന് 1 കിലോമീറ്റർ ബഫർ സോൺ എന്ന് പറയുന്നത് ലാൻഡ് ഡിസ്റ്റൻസ് അല്ല, മറിച്ച് ഉത്തരവിൽ വളരെ കൃത്യമായിട്ടുണ്ട്, ഇത് എയർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഏകദേശം 4 ലക്ഷത്തോളം ഏക്കർ മനുഷ്യവാസമുള്ള ഭൂമിയാണ് ഈ ഒരൊറ്റ നിയമത്തിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നത്. വയനാട് ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ സുൽത്താൻ ബത്തേരി അടക്കമുള്ള വളരെ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പട്ടണങ്ങൾ ഉൾപ്പെടെ 2.5 ലക്ഷത്തോളം മനുഷ്യർ നിശബ്ദമായൊരു കുടിയിറക്കിന് നിർബന്ധിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. കോഴിക്കോട് ജില്ലയിലെ 9 വില്ലേജുകളും ലക്ഷത്തോളം വരുന്ന ആളുകളും ഇതിന്റെ അപകട ഭീതിയിലാണ്. കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ആറളം, കൊട്ടിയൂർ വന്യജീവി സങ്കേതങ്ങളോട് ചേർന്ന് 6 പഞ്ചായത്തുകളിലായിട്ട് 10,000-കണക്കിന് ജനങ്ങളും അവരുടെ ജീവിതോപാധികളും വലിയ പ്രതിസന്ധി നേരിടുകയാണ്. അപ്പോൾ ഇനി ഈ ബഫർ സോൺ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബഫർ സോണായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഈ ജനവാസ കേന്ദ്രങ്ങളിൽ വന നിയമമാണ് നടപ്പിലാക്കാൻ പോകുന്നതെന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. പിന്നീട് ജനാധിപത്യ വ്യവസ്ഥിതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളോ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്കോ അവിടെ റോളില്ലാതാവുകയും ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഇതിന്റെ എല്ലാം അധികാരിയായി വരികയും ചെയ്യുന്ന വന നിയമം നടപ്പിലാക്കുകയാണ്. കേരളത്തിന്റെ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം ഈ വിധി വന്ന പാടെ പറഞ്ഞു ഒന്നും പേടിക്കാനില്ലെന്നാണ് പറഞ്ഞത്. പാതിരാത്രി വാതിൽ മുട്ടുമ്പോ കതക് തുറന്നിട്ട് ആരാന്ന് ചോദിക്കുമ്പം ഞാൻ ചെകുത്താനാണ്, ഒന്നും പേടിക്കേണ്ട എന്ന് പറയുന്ന അതേ കോമഡിയാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ വന നിയമം നടപ്പിലാക്കാൻ പോയാൽ, ജനവാസ മേഖലയെ നടപ്പിലാക്കാൻ പോയാൽ സംഭവിക്കുന്ന എന്താണ്? ഇന്ന് സ്വന്തം വീടിന്റെ മേലെ ചാഞ്ഞിരിക്കുന്ന മരം മുറിക്കാൻ വന നിയമം അല്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസുകൾ കയറിയിറങ്ങി കാലുതേഞ്ഞിട്ടുള്ള വൃദ്ധരായിട്ടുള്ള വത്സനെ പോലെയുള്ള ആളുകളെ കുറിച്ച് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇടുക്കിയിലെ ഏലകർഷകനായ ജോസ് എന്ന് പറയുന്ന ഒരാൾ സ്വന്തം ഏലത്തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ കൊമ്പ് കോതാൻ പറ്റാത്ത വിധം ഫോറസ്റ്റുകാരുടെ ഭീഷണിക്ക് മുമ്പിൽ അനേക ഏലകർഷകർ വഴിമുട്ടി നിൽക്കുകയാണ്. വനപാലകർ രാത്രി ചോദ്യം ചെയ്യാൻ വിളിച്ചുകൊണ്ട് പോയ മത്തായി കുഞ്ഞ് പിറ്റേന്ന് പ്രഭാതത്തിൽ സ്വന്തം വീട്ടുകിണറ്റിൽ മരിച്ചു കിടന്ന നാടാണിത്. അപ്പോൾ ഇവിടെയാണ് ഇവരുടെ വന നിയമം. അപ്പോൾ ഈ ആളുകളുടെ കയ്യിലേക്ക് നമ്മുടെ ജനവാസ മേഖലകളുടെ നിയന്ത്രണം എത്തിപ്പെട്ടാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ, കാടൻ നിയമങ്ങളുടെ കീഴിൽ മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് ജീവിക്കുന്ന
നമ്മുടെ കുടിയേറ്റ കർഷകരെ കുറിച്ച് നമുക്ക് വല്ലാത്ത ആകുലതയുണ്ട്. അതുപോലെ തന്നെ ഈ താൽക്കാലികമായ നിർമ്മാണങ്ങൾ മാത്രമേ ഈ ബഫർ സോൺ ഏരിയയിൽ അനുവദിക്കുന്നുള്ളൂ. വലിയ ഹോസ്പിറ്റലുകളോ ആരാധനാലയങ്ങളോ തുടങ്ങിയ കെട്ടിട സമുച്ചയങ്ങൾക്ക് നിർമ്മാണ അനുമതിയില്ല. ശ്രീ റോഡ് ഫാദർ ടോം, ഒരു വികസിത വ്യക്തതയ്ക്ക് വേണ്ടി, ഈ താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങളാണെങ്കിൽ പോലും അതിന് വനംവകുപ്പിന്റെ ഒരു അനുവാദം വേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും അവിടെ നടക്കുന്ന എല്ലാ നിർമ്മാണ പ്രവൃത്തി, ഒരു റോഡ് പണിയണമെങ്കിൽ, നിങ്ങൾക്കൊരു മരം മുറിക്കണമെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്, വളരെ കൃത്യമായി ദിവസങ്ങൾ വന്നതാണ്. ഇടുക്കി ജില്ലയിലെ ഏലക്കാടുകൾക്ക് സംരക്ഷിതമായി വരുത്തിയിരിക്കുന്ന മരത്തിന്റെ കൊമ്പ് കോതാൻ പോലും ഫോറസ്റ്റ് ജീവനക്കാർ അനുവദിക്കാത്ത വിധം കേസിൽപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന കർഷകരുടെ ദൈന്യത നമ്മുടെ മുമ്പിലുണ്ട്. പെരയ്ക്കുമീതെ ഒരു മരം ചാഞ്ഞാൽ കൊത്തണമെങ്കിൽ ഫോറസ്റ്റ് ഓഫീസുകളിൽ നമ്മൾ കാത്തുകെട്ടി കിടക്കേണ്ട സ്വന്തം കരമടക്കുന്ന പട്ടയഭൂമി, ഏകദേശം 1 നൂറ്റാണ്ടായിട്ട് കൈവശം വന്നിരിക്കുന്ന പട്ടയഭൂമിയിൽ ഒരു മരം കൊത്താൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ കാത്തുകെട്ടി നിൽക്കേണ്ടി വരുന്ന ഒരു ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിലേക്കാണ് ഇത് നമ്മളെ നയിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാണ്യവിളകളുടെ കൃഷി, റബ്ബർ റീപ്ലാന്റേഷൻ, മരം മുറിക്കാൻ അനുവദിക്കുന്നതിൽ എങ്ങനെയാണ് റബ്ബർ റീപ്ലാന്റേഷൻ നടക്കുന്നത്? ഇനി മരം മുറിച്ച റബ്ബർ തോട്ടങ്ങളിൽ എങ്ങനെയാണ് വീണ്ടും നമുക്ക് തൈ നടാൻ പറ്റുന്നത്? അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു നിശബ്ദ കുടിയിറക്കിന്റെ കുതന്ത്രമാണെന്നാണ് നമുക്ക് കൃത്യമായിട്ട് ഇതിനെ പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ കർഷക സമൂഹം, ഒരുപക്ഷെ പല വില്ലേജുകളിലും പഞ്ചായത്തുകളിലും കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള ആളുകൾ, പ്രത്യേകിച്ച് കർണാടകയോ ഫോറസ്റ്റിനോട് ചേർന്നുള്ള ആളുകൾ ആശ്വസിക്കുന്നുണ്ട് അവിടെ ഈ നിയമം വരില്ലെന്നുള്ള. യഥാർത്ഥത്തിൽ ഇതൊരു വലിയ കെണിയാണ്. ഇന്ത്യ ഒട്ടാകെയുള്ള വനഭൂമിയോട് ചേർന്ന് താമസിക്കുന്ന ആളുകളെ നിർബന്ധിതമായി കുടിയിറക്കിന് ഒരുക്കുന്ന ഒരു ഗൂഢതന്ത്രം ഇതിന്റെ പിറകിൽ വളരെ കൃത്യമായി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. അതായത് കാലക്രമേണ ഈ ബഫർ സോൺ എന്ന് പറയുന്ന പ്രദേശങ്ങൾ വനഭൂമിയായി മാറും അല്ലെ? അതാണ് ആ ഒരു സൂചനയാണ് നൽകുന്നത്. ഇതില് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ലോകത്താദ്യമായിട്ട് പരിസ്ഥിതി നിയമം പാസാക്കിയത് ഹിറ്റ്ലറുടെ നാസി ജർമ്മനിയിലാണ്. അദ്ദേഹത്തിന്റെ കൃഷിമന്ത്രിയായിരുന്നു വാൾട്ടർ ഡയർ. രക്തവും മണ്ണും എന്ന പേരിൽ ഒരു പുസ്തകം ഇറക്കി. അത് ആര്യൻ വംശശുദ്ധിക്കും അവർക്ക് ആര്യൻ സമൂഹത്തിന് മണ്ണിനോടുള്ള ബന്ധത്തെയും പ്രകീർത്തിക്കുന്ന ഒരു പുസ്തകമാണ്. ഈ പരിസ്ഥിതി നിയമം പാസ്സാക്കുന്നതിന് ഏറ്റവും വലിയ പ്രചോദനം രക്തവും മണ്ണും എന്ന് പറയുന്ന പുസ്തകമായിരുന്നു. ഇതിലൂടെ ഉന്നം വെച്ചത് ഭൂമി അവകാശമായി കൈവശപ്പെടുത്തിയിരുന്ന ജൂത സമൂഹത്തിന്റെ കയ്യിൽ നിന്ന് ഈ മണ്ണ് പിടിച്ചെടുക്കുക എന്നുള്ള ഒരു തന്ത്രം അതിന്റെ പിറകിലുണ്ടായിരുന്നു. അപ്പോൾ ഹിറ്റ്ലറുടെ നാസി ജർമ്മനിയിൽ ഈ ജൂതവേട്ടയ്ക്ക് മുഴുവൻ കുടപിടിച്ച് നിന്ന ആദ്യത്തെ വാദം പരിസ്ഥിതിവാദമാണെങ്കിൽ, ഇന്ന് ഉയരുന്ന പരിസ്ഥിതിവാദത്തിന്റെ പിറകിലും ഇതുപോലെയുള്ള ഗൂഢതന്ത്രമുണ്ട്. മലയോര കർഷകന്റെ കയ്യിലിരിക്കുന്ന ഭൂമി പിടിച്ചെടുക്കാനും അത് വനവൽക്കരിക്കാനുമുള്ള ഒരു തന്ത്രം ഇതിന്റെ പിറകിലുണ്ട്. ഇതിനെക്കുറിച്ച് അല്പം കൂടി ഞാൻ പറഞ്ഞാൽ, ഐക്യരാഷ്ട്രസഭ ലോകരാജ്യങ്ങൾ അല്ലെങ്കിൽ ഭൂവിസ്തൃതിയുടെ 30% വനമായിരിക്കണമെന്നൊരു നിയമം, ഒരു ഡയറക്ഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് എല്ലാ രാജ്യങ്ങളും അവരുടെ ഭൂവിസ്തൃതിയുടെ 30% വനം ഉണ്ടാകണം. ഇനി വികസിത രാജ്യങ്ങൾക്ക് ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, ആഗോളതാപനം, കാലാവസ്ഥ വ്യതിയാനം തുടങ്ങിയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. ഇതിനൊക്കെ വഴിതെളിക്കുന്ന കാർബണിന്റെ ബഹിർഗമനത്തെ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ബഹിർഗമനത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി വിഷയം നമ്മുടെ മുമ്പിലുള്ളത്, വികസിത രാജ്യങ്ങൾ, 1ാം ലോക രാജ്യങ്ങൾ കാർബൺ ബഹിർഗമനം കുറയ്ക്കുവോ? അവരവരുടെ AC ഉപയോഗിക്കുന്നത് കുറയ്ക്കില്ല, അവരുടെ വാഹനങ്ങൾ കുറയ്ക്കില്ല, അവരുടെ വ്യവസായങ്ങളുടെ അളവ് കുറയ്ക്കില്ല, അവരുടെ ഭൂവിസ്തൃതി കൂടുതൽ വനമാക്കാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ ഇത് ആര് ചെയ്യും? അവിടെയാണ് പേ ആൻഡ് പൊള്യൂട്ട് എന്ന് പറയുന്ന ഒരു വികസിത രാജ്യങ്ങളുടെ തന്ത്രത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1ാം ലോക രാജ്യങ്ങളിൽ വനവൽക്കരണം നടത്താൻ പറ്റാത്തതുകൊണ്ടും കാർബൺ ബഹിർഗമനത്തെ നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ടും അവരുടെ ചിലവിൽ ഈ ബാധ്യത മുഴുവൻ, വികസിത രാജ്യങ്ങളുടെ കൂടി ബാധ്യത, ഈ 3ാം ലോക രാജ്യങ്ങളിലെ ദരിദ്ര രാഷ്ട്രങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള ദരിദ്ര രാഷ്ട്രങ്ങളുടെ മേൽ കെട്ടിവയ്ക്കുന്ന ഒരു ആഗോള തന്ത്രം ഇതിന്റെ പിറകിലുണ്ടെന്ന് ഉള്ള വാദം പല കാലങ്ങളായിട്ട് ഉയരുന്നുണ്ട്. സമയപരിമിതിയിൽ ഞാൻ ഇടപെടുകയാണ്. ശ്രീ ഫ്രാൻസിസ് ജോർജ്, ഇടുക്കി ജില്ലയുടെ, ഞാൻ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ച ഒരു കേസ് സ്റ്റഡി അങ്ങയുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 30 വർഷമായി ഇടുക്കി ജില്ലയിലെ ഒരു പഞ്ചായത്താണ് മാങ്കുളം പഞ്ചായത്ത്. ഈ ബഫർ സോൺ നിയമം പ്രാബല്യത്തിൽ വന്നാൽ ഈ മാങ്കുളം പഞ്ചായത്ത് ഒന്നടങ്കം ഈ ബഫർ സോണിന് കീഴിൽ വരും. കഴിഞ്ഞ 30 വർഷമായി ഈ മാങ്കുളം പഞ്ചായത്തിൽ അവരുടെ ഒരു ജനസംഖ്യയിൽ കാര്യമായ വർധനവ്
വന്നിട്ടില്ല എന്നൊരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കണക്കുകൾ ഈ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലൂടെ വായിക്കാൻ ഇടയായി. പ്രധാനമായും അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ ബഫർ സോൺ പോലുള്ള വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ മലയോര മേഖലയിൽ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ. വളരെ ഗുരുതരമായൊരു സാഹചര്യമാണ് ഇടുക്കി, അതോടൊപ്പം തന്നെ വയനാട് പോലുള്ള മലയോര മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബഫർ സോൺ വിഷയം പ്രധാനമായും ഉണ്ട്, അതോടൊപ്പം തന്നെ വന്യജീവികളുടെ ആ ഒരു ശല്യം, അതോടൊപ്പം തന്നെ ഈ മഴക്കാലമാകുമ്പോഴുള്ള ഉരുൾപൊട്ടൽ പോലുള്ള ഈ ഒരു വിഷയങ്ങൾ. സത്യത്തിൽ കേരളത്തിലെ ഭരണകൂടങ്ങൾ വേണ്ടത്ര ഒരു ശ്രദ്ധ ഈ മലയോര മേഖലയിലേക്ക് ചെലുത്തുന്നുണ്ടോ? നമ്മുടെ ഈ മലയോര മേഖലയിലെ കർഷക ജനത അവർ നൽകുന്ന സേവനം അത് ആർക്കാണ് വിസ്മരിക്കാൻ കഴിയുക? അതിനെ പാടെ വിസ്മരിച്ചുകൊണ്ടല്ലേ അവരോടുള്ള സമീപനം സ്വീകരിക്കുന്നത്. ഇവിടെ ഇപ്പോ ഈ പരിസ്ഥിതി സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ മലയോര മേഖലയിലുള്ള കുറെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എന്ന് വെച്ചാൽ കൃഷിക്കാരും തൊഴിലാളികളും അടങ്ങുന്ന സാധാരണ ജനങ്ങളുടെ മാത്രം ഒരു ഉത്തരവാദിത്വമാണ്. ബാക്കിയുള്ളവർക്ക് ആർക്കും ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അത് അംഗീകരിക്കാൻ കഴിയുക? ഇപ്പോൾ തന്നെ ഈ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന റിപ്പോർട്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഈ പറയുന്ന സംരക്ഷിത മേഖലകൾക്ക് ചുറ്റുമുള്ളത് ഈ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ സൈറ്റ് സ്പെസിഫിക് ആക്കിയതിന് ഉദാഹരണം പറഞ്ഞിരിക്കുന്നതാണ് രസം. അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മദ്രാസിലെ ഗിണ്ടി നാഷണൽ പാർക്ക്, അതുപോലെ തന്നെ മഹാരാഷ്ട്ര മുംബൈയിലെ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക്, സമാന രീതിയിലുള്ള ഒരു സംഗതി നമുക്ക് ഇവിടെയുമുണ്ട്. എറണാകുളത്തെ മംഗളവനം നാഷണൽ പാർക്ക്. ഇതിനൊക്കെ സീറോയാണ് ബൗണ്ടറി ഈ പറയുന്ന ബഫർ സോൺ നിശ്ചയിച്ചിട്ടുള്ളത്. അവിടെയൊന്നും ബഫർ സോൺ പാടില്ല. അപ്പൊ അത് സത്യത്തിൽ അവിടെയാണല്ലോ കൂടുതൽ ബഫർ സോൺ ആവശ്യമുള്ളത്. കാരണം അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാകുന്ന, ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങി എല്ലാവിധ വ്യവസായ സംരംഭങ്ങളും എല്ലാം ഉള്ള ഈ മേഖലയിലാണ് വാസ്തവത്തിൽ ഈ പറയുന്ന ഒരു സംരക്ഷണ നടപടി കൂടുതലായിട്ട് ആവശ്യമുള്ളത്. പക്ഷെ അവിടെയൊന്നും അവർക്ക് പറ്റില്ല. അവർക്കാർക്കും പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് മുഴുവൻ മലയോര മേഖലയിലെ ജനങ്ങളാണെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയും? വാസ്തവത്തിൽ 2000 കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച ESAയുടെ മാനദണ്ഡങ്ങൾ എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് പഠനം നടത്തി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ച പ്രണബ്സൺ കമ്മിറ്റി, ആ കമ്മിറ്റി ആ റിപ്പോർട്ടിന്റെ ആമുഖത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, പരിസ്ഥിതി സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെയോ ഒരു സംസ്ഥാനത്തിന്റെയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെയോ മാത്രം ഉത്തരവാദിത്വമല്ല. അച്ഛനോട് സൂചിപ്പിച്ചതുപോലെ പരിസ്ഥിതി സംരക്ഷണം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവന്റെയും ഉത്തരവാദിത്തമാണ്. ഒരു രാജ്യം എടുത്താൽ രാജ്യത്തിന് മുഴുവൻ ഉത്തരവാദിത്തമാണ്, സംസ്ഥാനം എടുത്താൽ സംസ്ഥാനത്തിന് മുഴുവൻ ഉത്തരവാദിത്തമാണ്. എവിടെയെങ്കിലും പാരിസ്ഥിതികമായ പ്രത്യേകതകൾ ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ കർശനമായിട്ടുള്ള നിബന്ധനകളും നിയന്ത്രണങ്ങളും അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല. ഇന്ത്യ പോലുള്ള സംസ്ഥാനത്ത് ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ കൂടുതലായി പരിധി വിട്ട് അടിച്ചേൽപ്പിച്ചാൽ അത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെയും അതുപോലെ തന്നെ വികസനത്തെയും ബാധിക്കും. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ESAയുടെ പാരാമീറ്റേഴ്സ്, അതിന്റെ നിബന്ധനകൾ എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞ പ്രണബ്സൺ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ നമുക്കൊരു ബാലൻസിങ് ആവശ്യമാണ്. വി ഹാവ് ടു സ്ട്രൈക്ക് എ ബാലൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അദ്ദേഹം വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ഇനം അതല്ലെങ്കിൽ ഒരു ഇനം പൂർണ്ണമായി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അവിടെ ഈ പറയുന്ന നിയന്ത്രണങ്ങളോ നിരോധനമോ അവിടുത്തെ വികസനത്തെയും അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം പോലുള്ള നടപടികളെയും ബാധിക്കുമെന്നുണ്ടെങ്കിൽ ആ ഇനം വേണമെങ്കിൽ നഷ്ടപ്പെട്ടോട്ടെ എന്ന് വെക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ടും മറന്നുകൊണ്ടുമാണ് വനമേഖലയിലുള്ള ആളുകൾ മാത്രം ഈ സംരക്ഷണ നടപടികളൊക്കെ സഹിച്ച് വരിഞ്ഞു മുറുക്കി ജീവിക്കണം, ബാക്കിയുള്ളവർ ഇഷ്ടം പോലെ അവർ പൊല്യൂട്ട് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യും എന്നുള്ള സമീപനത്തോട് നമുക്ക് യോജിക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ വ്യക്തമായിട്ടൊരു തീരുമാനം ഗവൺമെന്റ് സ്വീകരിക്കണം. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം, കേരളം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള, അതേസമയം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേശീയ ശരാശരി എടുത്താൽ ദേശീയ ശരാശരി 21.5 വനത്തിന്റെ കവറേജെങ്കിൽ കേരളത്തിൽ അത് 29.65%. ഇപ്പൊ വനങ്ങൾ നന്നായി തന്നെ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ആ ഉള്ള വനങ്ങൾ നന്നായി സംരക്ഷിക്കുകയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് കൂടാത്ത രീതിയിൽ ഈ പറയുന്ന ബഫർ സോൺ എന്നുള്ളത് പരമാവധി ഇപ്പൊ നമുക്കിപ്പോ ഈ സുപ്രീം കോടതി വിധി വന്ന സാഹചര്യത്തിൽ നമുക്കതേ പറയാൻ കഴിയുള്ളൂ. ജനവാസ മേഖലകളെയും കൃഷിഭൂമികളെയും ഒഴിവാക്കി എങ്ങനെ തീരുമാനിക്കണമെന്നുള്ളത് കൃത്യമായ പഠനം നടത്തി സംസ്ഥാന ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുത്ത് അത് സുപ്രീം കോടതിയിൽ ഫലപ്രദമായി അവതരിപ്പിച്ച് നമുക്ക് അനുകൂലമായ നടപടി എടുക്കുക എന്നുള്ളതാണ്. ഇവിടെ പോപ്പ് ഫ്രാൻസിസിന്റെ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലൗദാത്തോ സിയിൽ അദ്ദേഹം ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് വളരെ പ്രസക്തമാണ്. അദ്ദേഹം എന്താ പറയുക, നമ്മുടെ സഹോദരങ്ങളോട് ആർദ്രതയും സഹാനുഭൂതിയും പരിഗണനയും ഇല്ലെങ്കിൽ പ്രകൃതിയോട് നമുക്കുണ്ടെന്ന് ഭാവിക്കുന്ന ആഴമേറിയ കൂട്ടായ്മ വാസ്തവമായിരിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ബെനഡിക്ട് 16 മാർപ്പാപ്പ പറഞ്ഞിട്ടുള്ളത് എന്താണ്? വ്യക്തിയുടെ മഹത്വത്തെ ഹനിക്കുന്ന ഏത് സംഗതി
പരിസ്ഥിതി തകർക്കുകയും സമൂഹത്തെ നശിപ്പിക്കുകയും ചെയ്യും. മനുഷ്യ പരിസ്ഥിതി ആദരിക്കപ്പെടുന്ന സമൂഹത്തിൽ പ്രകൃതി സംബന്ധമായി പരിസ്ഥിതി മാനിക്കപ്പെടും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ തത്വങ്ങളൊക്കെ അനുസരിച്ചുള്ള ഉറച്ച ഒരു നിലപാടാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംസ്ഥാന ഗവൺമെന്റും ഈ ബഫർ സോൺ വിഷയത്തിൽ സ്വീകരിക്കേണ്ടത് എന്നാണ് ചുരുക്കി പറയുമ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ളത്. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നോട് ചോദിച്ചോണ്ട് ഞാൻ പറയുകയാണ്, വളരെ രൂക്ഷമാണ് പ്രശ്നങ്ങൾ. മലയോര മേഖലയിലെ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില തകർച്ച, വന്യമൃഗങ്ങളുടെ ആക്രമണം, അതുപോലെ തന്നെ കാലാവസ്ഥാ പ്രശ്നങ്ങൾ, ഇതിന്റെ എല്ലാം നടുവിലാണ് ഈ ജനങ്ങൾ നിൽക്കുന്നത്, ഈ കർഷക ജനത നിൽക്കുന്നത്. കർഷക ജനത വാസ്തവത്തിൽ എന്താ തത്വശാസ്ത്രപരമായി പറഞ്ഞാൽ ഒരു ഇന്റർസെക്ഷണൽ ക്രൈസിസ് ആണ്. എല്ലാത്തരം പ്രതികൂല സാഹചര്യങ്ങളെയും അവർ നേരിടേണ്ട സാഹചര്യമാണ് വന്നിട്ടുള്ളത്. അപ്പൊ അവർക്കൊരു ആശ്വാസം പകരാൻ അവര് പിറന്ന മണ്ണിൽ, അവർ പണിയെടുക്കുന്ന മണ്ണിൽ അവർക്ക് സമാധാനത്തോടു കൂടി ഭാവിയിലേക്ക്, പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭാവിയിലേക്ക് പ്രത്യാശയോടുകൂടി നോക്കി ജീവിക്കാൻ കഴിയുന്ന ഉറച്ചൊരു നിലപാട്, വസ്തുതാപരമായിട്ടുള്ളൊരു നിലപാട്, യാഥാർത്ഥ്യബോധത്തോടു കൂടിയിട്ടുള്ളൊരു നിലപാട് രാഷ്ട്രീയ നേതൃത്വങ്ങളും അതുപോലെ തന്നെ ഇന്ന് അധികാരത്തിലിരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റും സ്വീകരിക്കുകയാണ് ഈ തരുണത്തിൽ ഏറ്റവും കരണീയമായിട്ടുള്ളത്. ചർച്ചയുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഫാദർ ടോം, നമ്മൾ ഇത്രയും നേരം ഈ ഒരു പ്രതിസന്ധിയുടെ ഒരു രൂക്ഷതയെക്കുറിച്ച്, ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. ഈ ഒരു ചർച്ച അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം പൂർണ്ണമാകണമെങ്കിൽ ഇതിൻ്റെ ഒരു പരിഹാര മാർഗങ്ങൾ കൂടി നാം അവസാന ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ ബഫർ സോൺ വിഷയം ഈ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ഉടലെടുത്ത ഒരു വിഷയമല്ല. വർഷങ്ങളായി മലയോര മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. മലയോര ജനതയെ സത്യത്തിൽ പറയുകയാണെങ്കിൽ അവരുടെ ഒരു ഭാവി അവതാളത്തിലാണ്, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഒരു ആശങ്ക ഉണർത്തുന്ന സാഹചര്യമാണ് അവർക്കുള്ളത്. ഇത്തരം വിഷയങ്ങൾ എങ്ങനെ ഒരു ശാശ്വതമായ ഒരു പരിഹാരം നമുക്ക് നിർദ്ദേശിക്കാൻ സാധിക്കും? പതട്ടോ. താങ്ക് യു. നമ്മൾ ഈ ഒരു വിഷയത്തിൽ യഥാർത്ഥത്തിൽ ഇത് പെട്ടെന്ന് പൊട്ടിമുളച്ചൊരു വിഷയമല്ല. 2012 മുതലെങ്കിലും എൻ്റെ അറിവ് ശരിയാണെങ്കിൽ വളരെ സജീവമായി നിൽക്കുന്ന കർഷക പ്രക്ഷോഭങ്ങളുടെ കാരണമാവുന്ന ഒരു വിഷയമാണ്. നമ്മൾക്ക് വേണ്ടത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ആത്മാർത്ഥമായ ഒരു പിന്തുണയാണ് കർഷകർക്ക് ആവശ്യം. നിർഭാഗ്യവശാൽ ഈ ഒരു കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് മുഖ്യധാരയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആത്മാർത്ഥതയെ നമുക്കൊരു സംശയത്തോടെ കർഷകർക്ക് വീക്ഷിക്കാൻ പറ്റും. ഞാൻ 1-2 നിരീക്ഷണങ്ങൾ പറയാം. അതിലാദ്യത്തേത്, ഈ ഒരു സുപ്രീം കോടതി ജൂൺ 12-ാം തീയതി വിധി പുറപ്പെടുവിച്ചത് ഉടനെ തന്നെ ഇടതുപക്ഷം ഇടുക്കിയിൽ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചു. മലയോര ജില്ലയിലെ, കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ഉൾപ്പെടുന്ന ആറളം, കൊട്ടിയൂർ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന പ്രദേശത്തും ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചു. ഇതിലെ ഒരു അഭിപ്രായ വ്യത്യാസം, ഈ ജനാധിപത്യ ഗവൺമെന്റിന് സുപ്രീം കോടതിയിൽ കേരളത്തിന്റെ പശ്ചാത്തലത്തെ, അവിടെയുള്ള ഈ ഒരു ബഫർ സോൺ വിഷയം നടപ്പിലാക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രതിസന്ധികളെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കാനും അത് വസ്തുതാപരമായി അവതരിപ്പിക്കാനും പറ്റുന്ന നല്ല ഒരു വക്കീലിനെ ഏർപ്പാടാക്കാൻ പറ്റാത്ത ഒരു ഗവൺമെന്റ് അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഹർത്താൽ ആരെയാണ് കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ആത്മാർത്ഥതയെ കർഷക സമൂഹത്തിന് ആശങ്കയോടെ നോക്കാൻ പറ്റുന്നുള്ളൂ. ഇനി വലതുപക്ഷത്തിലേക്ക് വന്നാൽ, കോൺഗ്രസിന്റെ UPA ഗവൺമെന്റിന്റെ ഭാഗമായിരുന്ന കാലത്ത് ജയന്തി നടരാജൻ, ജയറാം രമേശ് തുടങ്ങിയ ആളുകൾ വനമന്ത്രിമാരായിരുന്ന കാലത്ത് തന്നെയാണ് ഇടുക്കിയിലെ ആളുകളുടെ മുറവിളികളും നിവേദനങ്ങളുടെ പരമ്പരകളും അരങ്ങേറിയത്. ഒരു ഭരണകൂട ദൈവങ്ങളും കണ്ണു തുറന്നിട്ടില്ലെന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ കർഷക പ്രേമങ്ങൾ തിരഞ്ഞെടുപ്പുകളോടനുബന്ധിച്ചിട്ടുള്ള ഒരു വായ്ത്താരിയാണെന്ന് സംശയിക്കാൻ പല കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി നമ്മൾ ഇന്ന് കർഷകരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വന്യജീവി ആക്രമണങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുകയാണ്. കാട്ടുപന്നിയും കുരങ്ങും ആനയും കൃഷിഭൂമികൾ നശിപ്പിച്ച് പതിറ്റാണ്ടുകളുടെ അധ്വാനത്തെ നശിപ്പിക്കുന്നത് സങ്കടത്തോടെ നോക്കി നിൽക്കാനേ കൃഷിക്കാരന് പറ്റും. ഈ ബഫർ സോൺ വിഷയം ഈ വന്യമൃഗശല്യം ആ ഒരു വിഷയം കൂടുതൽ രൂക്ഷമാകും അല്ലെ? തീർച്ചയായിട്ടും. ഇപ്പോൾ നിലവിലുള്ള ഭൂമിയിൽ തന്നെ ജീവിക്കാൻ പറ്റാതാകുമ്പോൾ ഇനി ഒരു ബഫർ സോണും കൂടെ വരിക എന്ന് പറഞ്ഞാൽ ഇതൊരു വനവൽക്കരണം തന്നെയാണ്. ഇൻഡിറക്റ്റ് വനവൽക്കരണമാണ് ബഫർ സോൺ എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ പിൻവാങ്ങാൻ, മനുഷ്യൻ ജനവാസ മേഖലകൾ വിട്ട് ഓടാൻ നിർബന്ധിക്കുന്ന നിയമമാണ്. ഇനി നമ്മുടെ നിയമസഭ ഈ കാട്ടുപന്നികൾ തട്ടി ആക്രമണത്തിൽ മരിക്കുകയും പരിക്കേൽക്കുകയും ചെയ്യുന്ന നൂറുകണക്കിന് ആളുകൾ ഓരോ ദിവസവും നമ്മൾക്ക് വാർത്തകളുണ്ട്. എന്നിട്ട് കേരള നിയമസഭയ്ക്ക്
ഒരു അന്തസ്സുള്ള നിയമം ഇതിനെതിരെ പാസ്സാക്കാൻ, ഈ കാട്ടുപന്നികളെ കൊല്ലുന്നതില് ഒരു കേൾക്കുന്നവന് ചിരിക്കാൻ തോന്നാത്ത ഒരു നിയമം പാസ്സാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇവരുടെ നിയമങ്ങൾ എന്തൊക്കെയാണ്? കാട്ടുപന്നിയെ നമ്മൾ ആദ്യം കണ്ടാൽ അത് ആണാണോ പെണ്ണാണോ എന്ന് നോക്കണം. പിന്നെ അതിനെ നമ്മൾ വെടിവെക്കാൻ വേണ്ടി ഉടനെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അനുവാദം വേണം. ഇത് മേടിച്ചുകൊണ്ട് വന്ന് വെടിവെച്ച് കഴിയുന്നതിനെ നമ്മൾ ഉടനെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കണം, 6 അടി താഴ്ച കുഴിച്ചിടണം. എന്ത് ദുരന്തമാണ് ഈ ഒരു നിയമ സംവിധാനം! ഇതിൽ കാട്ടുപന്നിക്കാണോ മനുഷ്യനാണോ പ്രാധാന്യം? ആക്രമിക്കാൻ പാഞ്ഞെടുക്കുന്ന കാട്ടുപന്നിയുടെ ലിംഗനിർണയം നടത്തേണ്ട ഗതികേടാണോ മലയോര കർഷകനുള്ളത്? അപ്പോൾ നമ്മൾ സംശയിക്കുന്നത്, കർഷക സമൂഹം സംശയിക്കുന്നത്, ഈ നിയമസഭാ സാമാജികരുടെ സാമാന്യ ബുദ്ധിയെയും കർഷക സ്നേഹത്തെയും അതിലുള്ള ആത്മാർത്ഥതയും തന്നെയാണ്. അപ്പോൾ ഇവിടെ വേണ്ടത് രാഷ്ട്രീയ പാർട്ടികളുടെ പൂർണ്ണമായ ഒരു സഹകരണം ഈ കർഷക സമൂഹത്തിന് അതിജീവനത്തിന് ആവശ്യമാണ്. യാഥാർത്ഥ്യബോധത്തോടെ സാഹചര്യങ്ങളെ പഠിച്ച്, ഇപ്പോൾ കൊച്ചിക്ക് മംഗളവനത്തിന് ഏതാണെങ്കിലും 0 കിലോമീറ്റർ ബഫർ സോൺ വരുമല്ലോ. ഇതെന്തുകൊണ്ട് സുൽത്താൻ ബത്തേരിക്ക് പറ്റില്ല? ഇതെന്തുകൊണ്ട് കൊട്ടിയൂരിന് പറ്റില്ല? ഇതെന്തുകൊണ്ട് കോഴിക്കോടിലെ വില്ലേജുകൾക്ക് പറ്റില്ല? അപ്പോൾ തമിഴ്നാടിന് ഇത് പറ്റും. രാജസ്ഥാനിലെ ഖനന മേഖലകൾക്ക് ഈ 0 കിലോമീറ്റർ ബഫർ സോണുകൾ ഇപ്പോഴും നിയമങ്ങൾ നടപ്പിലാക്കാൻ പറ്റും. അപ്പോൾ കേരളത്തിൽ പറ്റുന്നില്ലെങ്കിൽ അതിന് കാരണം ഇച്ഛാശക്തിയും ആത്മാർത്ഥതയും ജനക്ഷേമവും കർഷക സ്നേഹവുമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കുറവാണ് എന്നാണ് കർഷക സമൂഹത്തിന് പറയാൻ. സമയപരിമിതി മൂലം ഇടപെടുകയാണ്. ശ്രീ ഫ്രാൻസിസ് ജോർജ്, അവസാന ഘട്ടത്തിലാണ് ചർച്ച, അങ്ങേക്ക് കൺക്ലൂഡ് ചെയ്യാം. അല്ല, ഇതാണ് അച്ഛൻ ഇവിടെ സൂചിപ്പിച്ചപ്പോൾ വന്യമൃഗങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ, അദ്ദേഹത്തെക്കാൾ വലിയ പരിസ്ഥിതി സംരക്ഷകനില്ലല്ലോ നമ്മുടെ രാജ്യത്ത്. അദ്ദേഹം എന്താ പറഞ്ഞേ? ഈ വന്യജീവി സംരക്ഷണ നിയമം ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ഇത് റദ്ദാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഭരണഘടനാപരമായി നമ്മളെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി ആളെ കൊല്ലാൻ വരെ നമുക്ക് അവകാശമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഒരു കാട്ടുപന്നിയോ കാട്ടാനയോ നമ്മളെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ കൃഷി നശിപ്പിക്കുകയോ ചെയ്താൽ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് പാടില്ല എന്ന് പറയുന്ന ആ സമീപനം തന്നെ എന്താണ് പറയുക, അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധവും ജനവിരുദ്ധവുമാണ്. അതുകൊണ്ട് ഈ നിയമം റദ്ദാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു ഇത് വിദേശ രാജ്യങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു നിയമമാണ് ഇവിടെ. അവിടെയൊക്കെ പെരുകി കഴിഞ്ഞാൽ കള്ളിങ് ഉൾപ്പെടെ അതിനെ നിർമ്മാർജ്ജനം ചെയ്യുന്ന നിയമപരമായ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള വ്യവസ്ഥയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഇതുവരെ യാഥാർത്ഥ്യബോധത്തോട് കൂടിയിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് കൂടുതലായിട്ട് അഫക്ട് ചെയ്യുന്നത്, ബാധിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള കർഷകരെയും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയുമാണ്. അവർക്ക് സംഘടിതമായ ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു വളരെ ശരിയാണ്. അവർക്ക് ശക്തിയില്ല, സംഘടന ഇല്ല, അല്ലെങ്കിൽ സംഘടിതമായ ശക്തിയില്ല എന്ന് പറഞ്ഞു അവരെ അവഗണിക്കുകയല്ല വേണ്ടത്. ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് അവർക്ക് സംരക്ഷണം കൊടുക്കുകയാണ് വേണ്ടത്. എന്നാണെങ്കിൽ ഈ കാര്യത്തിൽ ഞങ്ങൾ ഏത് മുന്നണിയിലാണെങ്കിലും ഏത് രാഷ്ട്രീയ ചേരിയിലാണെങ്കിലും ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഉറച്ച നിലപാട് തന്നെ സ്വീകരിച്ചിട്ടുണ്ട്, ഇനിയും സ്വീകരിക്കും എന്നുകൂടി സാന്ദർഭികമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും വളരെ പ്രസക്തമായ ആശയങ്ങളാണ് ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞത്. കർഷകരുടെ കണ്ണീരൊപ്പുന്നതിനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. മനുഷ്യനെ പരിഗണിച്ചുകൊണ്ടുള്ള പ്രകൃതി സംരക്ഷണമാണ് ഈ നാടിനാവശ്യം. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ ഫ്രാൻസിസ് ജോർജ്, ഫാദർ ടോം, രണ്ടുപേർക്കും നന്ദി.